എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ലൂഫി അവനവന്റെ തേർഡ് ഗിയർ പവർ ഉപയോഗിച്ച് വില്ലനെ ആഞ്ഞിട്ടിക്കും. ബിൽഡിംഗ് തകർത്ത് കടലിനപ്പുറത്തുള്ള ആ നേവി കപ്പലിലേക്കായിരിക്കും അവൻ ചെന്ന് വീഴുക. ജസ്റ്റ് മിസ്സിന് വില്ലൻ ആ കപ്പലിൽ വീണു. ഒരല്പം മാറിപ്പോയിരുന്നെങ്കിൽ അവൻ ആ കടലിലേക്ക് വീണ് വെള്ളം കുടിച്ച് മരിച്ചേനെ. ഉടനെ ആ നേവി ടീമാണെങ്കിൽ തോക്കൊക്കെയായി വന്ന് അവനെ റൗണ്ട് ചെയ്യും. കാരണം അവനും ഡബിൾ ഫ്രൂട്ടിന്റെ പവറുണ്ട്. കട്ട് ചെയ്താ ഇവിടെ സോറയും സാഞ്ചിയും അവർ രണ്ടുപേരും ഉഷാറായിട്ട് ഓടുകയാണ്. ഓസോപ്പ് നിലവിളിച്ചു പറയും, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? അങ്ങോട്ട് പോവാൻ പാടില്ല. അണ്ടർഗ്രൗണ്ടില് വെള്ളത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു. സോ ഉറപ്പായിട്ടും വെള്ളം ഇവിടേക്ക് വരും. അതിന് സാഞ്ചി അവൻ അടിച്ചു പറയും, ഒരിക്കലുമില്ല, അണ്ടർഗ്രൗണ്ടിലൂടെ ഒരു കാരണവശാലും വെള്ളം വരില്ല. സോറയ്ക്കാണെങ്കിൽ ഇപ്പൊ ചെറുതായിട്ട് എന്തോ ഒരു ശബ്ദം കേൾക്കും. പക്ഷെ അവനും പറയും, കുഴപ്പമൊന്നുമില്ല, സാഞ്ചി പറഞ്ഞതുപോലെ ഇതിലെ വെള്ളമൊന്നും വരില്ല എന്ന് പറഞ്ഞ് അവർ മുൻപോട്ട് തന്നെ പോകും. ആക്ച്വലി നമ്മുടെ ആൾക്കാർക്ക് ഇപ്പൊ തിരികെ പോകാൻ കഴിയില്ല. അവർക്ക് മുൻപോട്ട് മാത്രമേ പോവാനായിട്ട് പറ്റൂ. അതുകൊണ്ടാണ് അവർ മറ്റൊന്നും നോക്കാതെ മുൻപോട്ടേക്ക് തന്നെ പോവാ. ഒരല്പം ദൂരം കൂടെ അവര് മുൻപോട്ടേക്ക് ഓടും. അപ്പോഴായിരിക്കും നിലവിളിച്ചുകൊണ്ട് നാമിയും ടീമും അവരിപ്പോ അവിടേക്ക് ചാടി വീഴുക. അവരുടെ തൊട്ടു പിന്നില് വലിയ വെള്ളം. സോറോയും സാഞ്ചിയും അവരത് കണ്ട് ഫ്രീസ് ആവും. നാമി നിലവിളിച്ചു പറയും, സോറോ, സാഞ്ചി, നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ, ഈ വെള്ളം അത് തടഞ്ഞു വെക്ക്. പക്ഷെ അവർക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവര് നിസ്സഹായരായി പരസ്പരം നോക്കും. അതിനുശേഷം സാഞ്ചി അവൻ വീണ്ടും എപ്പോഴത്തേതും പോലെ നാമിയെ നോക്കി വെള്ളം ഇറക്കി കൊഞ്ചിക്കൊഴഞ്ഞ് അവളുടെ അടുത്ത് പോയി നിൽക്കും. ഇവിടെ സോറ പറയും, ഇത്രയും ഫോഴ്സിൽ വെള്ളം വന്നാ നമുക്കൊരിക്കലും ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. സോ ഈ ഒരു ചുമര് അത് തകർത്ത് നമുക്ക് മറ്റൊരു വഴി ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ രക്ഷപ്പെടാം. അവനവന്റെ സ്ക്വാഡ് എടുത്ത് ആഞ്ഞു വെട്ടും. പക്ഷെ ആ ചുമരില് ഒരു പോറല് പോലും ഏൽക്കില്ല. അതിന് സാഞ്ചി, നീ ഇത്ര വലിയ മണ്ടനാണോ? ഈ അണ്ടർഗ്രൗണ്ട് ഉള്ളത് കടലിനടിയിലാണ്. സോ വാട്ടർ പ്രഷർ അത് കൺട്രോൾ ചെയ്യാനായിട്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള അയൺ കല്ലുകൾ, അതുകൊണ്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവർ എന്ത് ചെയ്യുന്നു പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴേക്കും വെള്ളം ഫോഴ്സിൽ വന്ന് അവരെ അടിച്ച് തെറിപ്പിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഐലാൻഡ് കാണിക്കും. ഒരുപാട് നേവി ഫോഴ്സും സോൾജിയേഴ്സും അങ്ങനെ എല്ലാവരും ഓൾറെഡി ആ സീ ട്രെയിനിൽ കയറി കഴിഞ്ഞു. അറ്റാക്ക് ആണെങ്കിൽ നടന്നു കൊണ്ടേയിരിക്കും. അത് കണ്ട് പേടിച്ച് വീണ്ടും വീണ്ടും സോൾജിയേഴ്സ് ട്രെയിനിന്റെ അടുത്തേക്ക് ഓടി അടുക്കുകയാണ്. അതേസമയം ഇവിടെ വൈസ് അഡ്മിറലിനോട് ഒരു സോൾജിയർ ചോദിക്കും, നിക്കോ റോബിൻ, അവൾ ഇപ്പോഴും അവിടെ സേഫ് ആയിട്ട് നിൽക്കുകയാണ്, എന്തുകൊണ്ട് നമുക്ക് അവൾ അറ്റാക്ക് ചെയ്തുകൂടാ? അതിനാ വൈസ് അഡ്മിറൽ പറയും, അത് ആക്ച്വലി സ്പാൻഡത്തിന്റെ ഡ്യൂട്ടിയാണ്. അവനാണ് അവളെ കണ്ടുപിടിച്ച് നേവി ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. സോ അവന്റെ ജോലി അത് അവൻ ചെയ്തോളും. നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം ഈ ഒരു ഐലാൻഡ് അത് മുഴുവനായിട്ടും തകർക്കുക എന്നതാണ്. സോ നിങ്ങളിപ്പോ ആ ഒരു കാര്യത്തിൽ മാത്രം കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. കട്ട് ചെയ്താ ഇവിടെ ലൂച്ചി അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ പഴയ രൂപത്തിലേക്ക് മാറും. പക്ഷെ സോൾജിയേഴ്സ് ആണെങ്കിൽ അപ്പോഴും ഗണ്ണൊക്കെ പോയിന്റ് ചെയ്ത് അവനെ ഷൂട്ട് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. ഉടനെ ചീഫ് അഡ്മിറൽ ആളിപ്പോ അവിടേക്ക് വരും. ആള് പറയും, എല്ലാവരും ഗൺ ഡൗൺ ചെയ്യ്. ഇവൻ CP9 ടീമിലെ സാക്ഷാൽ ലൂച്ചിയാണ്. അത് കേട്ട് എല്ലാവരും ഷോക്കാവും. ഓൾറെഡി ലൂച്ചിയുടെ പവറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അവരാണെങ്കിൽ പേടിച്ചു വരച്ച് ഇപ്പൊ ലൂച്ചിയെ നോക്കും. ലൂച്ചി ആണെങ്കിൽ ഇപ്പൊ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ സോൾജിയേഴ്സിനോട് പറയും. സോൾജിയർ ആണെങ്കിൽ ആ കാര്യങ്ങള് വൈസ് അഡ്മിറലിനോട് പറയും. അപ്പൊ ആള് ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി അവർക്ക് പറഞ്ഞു കൊടുക്കും. വർഷങ്ങൾക്ക് മുൻപ് വലിയൊരു പൈററ്റ് ടീം ഒരു ഐലാൻഡ് മുഴുവനായിട്ട് അറ്റാക്ക് ചെയ്ത് ആ ഐലാൻഡ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ നേവി സോൾജിയേഴ്സ് അവര് കടുകുമണി പോലും വിട്ടുകൊടുക്കാതെ അവരുമായിട്ട് റെസിസ്റ്റ് ചെയ്ത് നിന്നു. പക്ഷെ പൈററ്റ്സ് ആണെങ്കിൽ അവരുടെ വെപ്പൻസ് ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് ജനങ്ങളെ ഹോസ്റ്റേജ് ആക്കി മാറ്റും. അതിനുശേഷം ഐലാൻഡിലെ കിങ് അദ്ദേഹത്തിനോട് അവരെ വെച്ച് വിലവേശാൻ ആരംഭിക്കും. ആ പൈററ്റ് ലീഡർ ആളിപ്പോ കിങ്ങിനോട് പറയും, നിങ്ങളുടെ ആൾക്കാരെ വിട്ടു തരണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിരിക്കുന്ന സിംഹാസനം അതെനിക്ക് തരണം. സോൾജിയേഴ്സും മന്ത്രിമാരൊന്നും രാജാവിനെ അതിനായിട്ട് അനുവദിക്കില്ല. പക്ഷെ രാജാവ് ആൾ ഉറപ്പിച്ചു പറയും, എനിക്ക് വലുത് എന്റെ ജനങ്ങളും സോൾജിയേഴ്സും തന്നെയാണ്. സോ അവർക്ക് വേണ്ടി ഈ ഒരു പദവി അത് വിട്ടുകൊടുക്കാൻ ഞാൻ 100% തയ്യാറാണ്. ആ ടൈം ഇപ്പൊ ഒരു സോൾജിയർ അവിടേക്ക് ഓടി വരും. അവൻ പറയും, ഗവൺമെന്റിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇപ്പൊ ഒരു കൂട്ടം ആൾക്കാര് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. കിങ് ആണെങ്കിൽ ഒരുപാട് ആശ്വാസത്തോടു കൂടെ അവരെ നോക്കും. ആ ടീമിന്റെ മുൻ പന്തിയില് പൊടിമീശക്കാരനായ നമ്മുടെ ലൂച്ചി, അവനെ കണ്ട് കിങ് ഷോക്കാവും. ഇത്രയും ചെറിയൊരു പയ്യനെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയോ? ലൂച്ചിയെ കണ്ട് അവരുടെ ഇംപ്രഷനും പ്രതീക്ഷയും ഒക്കെ നഷ്ടപ്പെടും. പക്ഷെ ലൂച്ചി അവൻ കാര്യമായിട്ടൊന്നും ചോദിക്കില്ല, ഞാനിപ്പോ എന്താണ് ചെയ്യേണ്ടത്? അതിനാ കിങ് പറയും,
പൈററ്റ്സിനെ തുരത്തി ഓടിക്കണം. അവർ ആ വെസ്റ്റേൺ സൈഡിലുണ്ട്. നമ്മുടെ ടീമിലെ ഒരുപാട് ആൾക്കാരെ അവർ ഓൾറെഡി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലൂച്ചി കാഷ്വലായിട്ട് പറയും, ഇനിയുള്ള കാര്യം അത് ഞാൻ നോക്കിക്കോളാം. അതിന് കിങ് പറയും, ഹോസ്റ്റേജസിന്റെ ലൈഫ് അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല. അതിന് ലൂച്ചി അവൻ നൈസായിട്ട് ടേൺ ചെയ്ത് ഫുൾ പവറില് ഇപ്പൊ കിങ്ങിനെ നോക്കി ദഹിപ്പിച്ച് മുൻപോട്ട് നടന്നു പോകും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത വെസ്റ്റേൺ സൈഡില് ആ പൈററ്റ്സ് അവരാണെങ്കില് ഹോസ്റ്റേജസിനെ ഒക്കെ പിടിച്ചു വെച്ച് വെള്ളോടിയും പാർട്ടിയും ഒക്കെ ആയി അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ഇനി മുതൽ ഈ കിങ്ഡം നമ്മുടെ നേതാവിനുള്ളതെന്ന് പറഞ്ഞ് അവർ എൻജോയ് ചെയ്യും. അപ്പോഴായിരിക്കും നമ്മുടെ ലൂച്ചി അവൻ സ്ലോ മോഷനിൽ അവിടേക്ക് എൻ്റർ ആവുക. ലൂച്ചി സിമ്പിൾ ആയിട്ട് പറയും, ഞാനാണ് ലൂച്ചി, വേൾഡ് ഗവൺമെന്റിന്റെ ഒരു സ്ട്രോങ് സോൾജിയർ ആണ്. നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകാനാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. അത് കേട്ട് ആ പൈററ്റ് കിങ്ങും പൈററ്റ്സും അവരെല്ലാവരും പൊട്ടിച്ചിരിക്കും. പൈററ്റ് കിങ് പറയും, നേവി ടീമിന് ഇത്രയും ദാരിദ്ര്യമാണോ? ഞങ്ങളെപ്പോലുള്ള വലിയ വലിയ ആൾക്കാരെ പിടിക്കാനായിട്ട് നിന്നെപ്പോലെ ഒരു നരുന്ത് പയ്യനെയാണോ നേവിക്കാർ അയച്ചിരിക്കുന്നത്? ഞാനിപ്പോ നല്ല മൂഡിലാണ്. സോ നിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നിനക്ക് ജീവൻ തിരികെ കിട്ടും, അല്ലെങ്കിൽ ഇവിടെയുള്ളവര് നിന്നെ കൊന്നു തള്ളും. സോ ഒന്നും നോക്കണ്ട, ഇപ്പൊ തന്നെ തിരിഞ്ഞോടിക്കോ. വീട്ടിൽ പോയി വല്ല വീഡിയോ ഗെയിമും കളിച്ചിരിക്കേ. അതിന് ലൂച്ചി അവൻ മറ്റൊന്നും പറയാതെ ആ പൈററ്റ് നേതാവിന്റെ അടുത്തേക്ക് അങ്ങനെ നടന്നെടുക്കും. ഉടനെ 2 പേര് വന്ന് കത്തിയൊക്കെ ആയിട്ട് അവന്റെ മുൻപിൽ നിൽക്കും. നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ, തിരികെ പോ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ ഞങ്ങൾ കൊന്നു തള്ളും. അതിന് ലൂച്ചി പറയും, അനാവശ്യമായിട്ട് എന്റെ വഴിയിൽ ഇടപെടാൻ വരാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കായിരിക്കും അപകടം. അത് കേട്ട് അവർ 2 പേരും കത്തിയെടുത്ത് ആഞ്ഞു വെട്ടും. അവന്റെ ബോഡി അത് ജസ്റ്റ് ഒന്ന് അയൺ ബോഡിയാക്കി മാറ്റും. അവരുടെ കത്തി രണ്ടും അങ്ങനെ തകർന്നു പോകും. 1 സെക്കൻഡ് അവരെല്ലാവരും അതുകൊണ്ട് ഷോക്കാവും. ആ ലീഡർ പറയും, വാവ്, നിനക്കും അപ്പൊ കുറച്ച് പവറൊക്കെ ഉണ്ടല്ലേ. കുഴപ്പമില്ല, വേൾഡ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു ഹോസ്റ്റേജ് ഞങ്ങൾക്ക് ആവശ്യമാണ്. സോ എത്രയും പെട്ടെന്ന് ഇവനെയും ബാക്കിയുള്ള ഹോസ്റ്റേജുകളുടെ കൂടെ അടച്ചു വെക്കാൻ പറയും. അടുത്ത നിമിഷം അവനെ പിടിച്ചു വലിച്ച് അവർ ആ ഹോസ്റ്റേജുകൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരും. ലൂച്ചി ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാതെ ചിരിച്ച് അവരുടെ കൂടെ അങ്ങനെ വരികയാണ്. കാരണം അവൻ ആ ഹോസ്റ്റേജുകൾ എവിടെയുണ്ടെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാലേ അവൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. സോ അവര് പറയുന്നതനുസരിച്ച് അവനിപ്പോ ആ ഹോസ്റ്റേജുകളുടെ അടുത്തേക്ക് വരും. ആ പൈററ്റ്സ് അവരിപ്പോ ബാക്കിയുള്ള ഹോസ്റ്റേജുകളുടെ അടുത്ത് പറയും, ഇവനാണ് വേൾഡ് ഗവൺമെന്റിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ വന്നവെന്ന് പറഞ്ഞ് അവർക്ക് നേരെ അവരെ വലിച്ചെറിയും. ലൂച്ചി ഇപ്പൊ ഹോസ്റ്റേജുകളോട് ചോദിക്കും, നിങ്ങളാണോ ഇവര് തടങ്കിലാക്കി വെച്ച ആ 510 ഹോസ്റ്റേജുകള്? അതിനാ സോൾജിയേഴ്സ് പറയും, അതെ. അടുത്ത സെക്കൻഡ് ലൂച്ചി അവൻ കൈ ചുരുട്ടി ഓരോരുത്തരായിട്ട് ഇടിക്കാൻ തുടങ്ങും. ഒരു ദയം കാണിക്കാതെ അവൻ ഓരോ സോൾജിയേഴ്സിനെയും തല്ലി തല്ലി കൊല്ലുകയാണ്. പൈററ്റ്സുകൾക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതിലൊരു പൈററ്റ് അവൻ ഓടി വന്ന് ലീഡറിന്റെ അടുത്ത് കാര്യം പറയും. ലീഡർ അവിടേക്ക് ഓടി എത്തുമ്പോഴേക്കും ലൂച്ചി ആ 510 പേരെയും തല്ലി കൊന്നിരിക്കും. ഉടനെ ആ പൈററ്റ് കിങ് ആൾ ടെൻഷനായിട്ട്, നീ എന്താ ചെയ്തേ? ഞങ്ങൾക്ക് ആ ഹോസ്റ്റേജുകള് അവരെത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്ന് നിനക്കറിയോ? ഉടനെ ലൂച്ചി പറയും, നിങ്ങളെപ്പോലെ ഇത്രയും 3rd ക്ലാസ് ആയിട്ടുള്ള പൈററ്റ്സ് ഇവരെ തോൽപ്പിച്ച് ഇവരെ ഹോസ്റ്റേജസ് ആക്കിയിട്ടുണ്ട് എങ്കിൽ ഈ സോൾജിയേഴ്സ് എല്ലാവരും വെറും വേസ്റ്റ് ആണ്. ഇവർക്ക് ജീവിക്കാൻ യാതൊരു അവകാശവും ഇല്ല. അതുകൊണ്ടാണ് ഇവരെ ഞാൻ കൊന്നത്. അതിനാൽ ലീഡർ ടെൻഷനായി, നീ സത്യത്തില് വേൾഡ് ഗവൺമെന്റിൽ നിന്ന് വന്ന ആൾ തന്നെയാണോ? അവരോട് അല്പം പോലും കരുണ കാണിക്കാതെ നീ അവരെ കൊന്നു കളഞ്ഞല്ലേ? ഞങ്ങൾക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളി അവരായിരുന്നു. ആ പൈററ്റ് ലീഡർ ആള് നിലവിളിച്ചു പറയും, അവന് വിടരുത്, ഷൂട്ട് ചെയ്ത് കൊല്ല്. അത് കേൾക്കേണ്ട താമസം പൈററ്റ്സ് അവര് പീരങ്കി ഉപയോഗിച്ച് അവനെ അറിഞ്ഞ പുറഞ്ഞും ഇപ്പൊ ഷൂട്ട് ചെയ്യും. ആ ബോഡി മുഴുവൻ തീയിൽ കത്തി. അതിനിടയിലൂടെ ലൂച്ചി അവൻ പുറത്തേക്ക് വരും. അവൻ ആ ലീഡറിന്റെ ക്ലോസ് എത്തി ഒരൊറ്റ വിരലുകൊണ്ട് ലീഡറിന്റെ ഫേസിൽ തൊടും. അതിനുശേഷം അവന്റെ കൈ വെച്ച് ലീഡറിന്റെ ഓരോ എല്ലുകളായിട്ട് അവൻ ഒട്ടിക്കാൻ തുടങ്ങും. അത് കാണേണ്ട താമസം ബാക്കിയുള്ള പൈററ്റ്സ് അവരാണെങ്കിൽ അവിടുന്ന് ഓടാൻ തുടങ്ങും. അങ്ങനെ 13ാമത്തെ വയസ്സിൽ അവൻ CP9-ലെ ഒരു നമ്പർ 1 പേഴ്സണായി മാറി. പിന്നീട് അവരുടെ ഓരോ മിഷൻസും വളരെ ക്രൂരമായിരുന്നു. കട്ട് ചെയ്ത ഇപ്പൊ വൈസ് അഡ്മിറൽ ആള് പറയും, എത്രയും പെട്ടെന്ന് നമ്മുടെ ഡ്യൂട്ടി ചെയ്യ്. വെറുതെ അവന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ പോയാ അവൻ നമ്മളെ എല്ലാവരും കൊല്ലൂന്ന് പറഞ്ഞ് അവരിപ്പോ വീണ്ടും അയർലാൻഡിനെ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങുമ്പോഴായിരിക്കും ലൂഫി അവൻ 3rd ഗിയറിൽ ബോഡി മുഴുവൻ എയർ ഫില്ല് ചെയ്ത് ആ കപ്പലിലേക്ക് വരിക.
ലൂഫിയെ കാണേണ്ട താമസം അവരെല്ലാവരും ഫയർ ചെയ്യും. പക്ഷെ നമ്മുടെ ലൂഫിയുടെ ബോഡിയിൽ അതൊന്നും ഏൽക്കില്ല. അവൻ ആ കപ്പലിൽ ചവിട്ടുമ്പോ തന്നെ കപ്പലിന്റെ ഒരു ഭാഗം തകരും. അടുത്ത നിമിഷം ലൂച്ചിയും ലൂഫിയും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയടി ബഹളം. ലൂച്ചി ആണെങ്കിൽ അവന്റെ ലെഫ്റ്റ് പവർ ഉപയോഗിച്ച് ലൂഫിയെ കടിച്ചു പറിക്കും. പക്ഷെ അവൻ ഒരു കാര്യം പിടികിട്ടും, ലൂച്ചിയെ കഴിഞ്ഞും ഒരുപാട് പവർ കൂടുതലാണ് ഇപ്പൊ ലൂഫിക്ക്. അവരുടെ അറ്റാക്കില് ഇപ്പൊ കപ്പല് അത് തകർന്ന് കടലിലേക്ക് മുങ്ങാൻ തുടങ്ങും. ഉടനെ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ ഏജന്റ് വില്ലനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ റോബിനോടും ഫ്രാങ്കിയോടും പറയും, നിങ്ങളത് കാണുന്നില്ലേ, ഞങ്ങളുടെ സ്ട്രോങ്ങസ്റ്റ് മെമ്പറാണ് ലൂച്ചി. അവൻ ഇതുവരെ ആരും തോൽപ്പിച്ചിട്ടില്ല. ഉറപ്പായിട്ടും അവൻ നിങ്ങളുടെ ഫ്രണ്ടിന്റെ കഥ കഴിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് മറ്റൊരു കപ്പൽ കാണിക്കും. അതിലെ ഒരു സോൾജിയർ ആ കപ്പലിലെ വൈസ് അഡ്മിറലിനോട് പറയും, ദൂരെ കാണുന്ന ആ കപ്പലില് ലൂച്ചിയും ലൂഫിയും തമ്മിൽ ഫൈറ്റ് നടക്കുകയാണ്. കപ്പൽ ഓൾമോസ്റ്റ് പകുതി തകർന്നു കഴിഞ്ഞു. അത് കേട്ട വൈസ് അഡ്മിറൽ ആള് പറയും, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഉറപ്പായിട്ടും ലൂച്ചി തന്നെ ജയിക്കും. സോ നിങ്ങളുടെ ഫോഴ്സ് ഉപയോഗിച്ച് ആ ഒരു കപ്പല് അത് മുഴുവനായിട്ടും ഷൂട്ട് ചെയ്ത് ഇല്ലാതാക്ക്. അത് കേട്ട് മറ്റൊരു സോൾജിയർ കൺഫ്യൂസ്ഡ് ആയി ആ വൈസ് അഡ്മിറലിനോട് ചോദിക്കും, ആ കപ്പലില് നമ്മുടെ 1000 സോൾജിയേഴ്സ് ഉണ്ട്, കപ്പൽ തകർത്ത് കളഞ്ഞ ഉറപ്പായിട്ടും അവരും മരണപ്പെടും. അതിന് അഡ്മിറല് ആള് മറുപടി പറയാ, കണ്ണു വെച്ചായിരിക്കും. ആളവനെ സ്പോട്ടിൽ ഷൂട്ട് ചെയ്ത് വീണ്ടും സോൾജിയേഴ്സിനോട് ആ കപ്പൽ അറ്റാക്ക് ചെയ്യാൻ പറയും. അങ്ങനെ ആ സോൾജിയേഴ്സ് മുഴുവൻ ചേർന്ന് കപ്പലിനെ ഷൂട്ട് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.